സാറിനും ഇന്ന് സിനിമ കണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും, ഇന്ന് വിജയികളായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് സന്തോഷം തോന്നുന്നു ഇങ്ങനൊരു വേദിയിൽ. കാരണം ഒരേ സ്വപ്നമുള്ള കുറേ ആളുകൾ ചേരുന്നൊരു സ്ഥലമാണിത്. സിനിമ എന്ന ഒരു സ്വപ്നം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു എനർജി, അതൊരു പ്രത്യേകത തന്നെയാണ്. രാജസ്ഥാനെ പറ്റി പറയുകയാണെങ്കിൽ, സാറിൻ്റെ വാക്കുകൾ ഭയങ്കര ഭയങ്കര പ്രഷ്യസ് ആയിട്ട് തോന്നി. ഒരുപാട് സന്തോഷം തോന്നി സാറിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ. ശരിയാണ്, ഞാൻ വിശ്വസിക്കുന്നത്, ഗുരുത്വം എന്ന ഒരു വാക്കിൽ ഞാൻ ഭയങ്കരമായി വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ഏത് പൊസിഷനിൽ എത്തിയാലും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒന്ന് ആയിട്ട് ഞാൻ കാണുന്ന ഒരു ക്വാളിറ്റി അത് തന്നെയാണ്. അപ്പൊ ഞാൻ ഇപ്പോഴും ഒരു പടം തുടങ്ങുകയാണെങ്കിൽ ഞാൻ സാറിനെ വിളിച്ച് കിട്ടില്ലെങ്കിൽ ഞാൻ സാറിന് ഒരു മെസ്സേജെങ്കിലും അയക്കാറുണ്ട്, സാർ ഇങ്ങനെ ഒരു പുതിയ പടം തുടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട്. ഞാനൊരു സ്ഥാപനത്തിൽ, ഞാനൊരു പത്രത്തിൽ, മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ലീവ് എടുത്തിട്ട് പോയി വെറുതെ ഒന്ന്, അതായത് ഒരു ക്യാരക്ടറിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മഴവിൽ മനോരമയിൽ ഇന്ദിര എന്ന് പറഞ്ഞ ഒരു സാറ് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സീരിയലില് കുറച്ച് എപ്പിസോഡ്സും കൂടെ ഉള്ളൂ, നായിക ഒന്ന് റീപ്ലേസ് ചെയ്യാണ്. അപ്പം ഒരാൾ വേണമെന്ന് മറ്റൊരു ആക്ട്രസ് പറഞ്ഞത് പ്രകാരം ഞാൻ പോയി ജസ്റ്റ് സാറിൻ്റെ അടുത്ത് പോയി ഒരു സീൻ അഭിനയിച്ചു. ഞങ്ങൾ വെറുതെ കൊച്ചിയിൽ വെച്ചായിരുന്നു അതിൻ്റെ ഷൂട്ട്. ഞങ്ങൾ വെറുതെ ഞാനും ഹസ്ബൻഡും സിസ്റ്ററും ഒക്കെ കൂടെ ഒരു ഔട്ടിങ് പോലെ വന്ന് പോയതാണ്. വെറുതെ പോയി നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോരാം എന്നുള്ള ഇതിന്. പക്ഷെ അന്ന് സാർ പറഞ്ഞൊരു യെസ് ആണ് ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ആക്ട്രസ് എന്ന നിലയിൽ ഞാൻ നിൽക്കാനുള്ളൊരു കാരണം. അപ്പോൾ അതെന്നും ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുന്ന ഒരു കാര്യമാണ്. സാറിൻ്റെ ഒരു നിമിത്തം എന്ന് പറയുന്ന പോലെ സാറിൻ്റെ കൈകൾ ഭയങ്കര ഒരു രാശിയുള്ള കൈയാണ്. സാറ് പിടിച്ചുകൊണ്ട് വരുന്ന ആരും താഴേക്ക് പോവില്ല, അതൊരു രാശിയാണ് സാറിൻ്റെ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഏറ്റവും സേഫ് ഹാൻഡ്സിൽ തന്നെയാണ്. അപ്പൊ സാറിൻ്റെ ഒരു ഗൈഡൻസിൽ ഈ ഒരു റെഡ് മീഡിയ ഫിലിം സ്കൂൾ, നിങ്ങൾ സേഫാണ്. ഇവിടെ എന്തായാലും നിങ്ങൾ ഉയരങ്ങളിലേക്ക് തന്നെയായിരിക്കും പോവുക, ഇവിടെ പഠിക്കുന്ന എല്ലാവരും. അതേപോലെ തന്നെ ഈ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുത്ത്, ഇങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് ഈ ഒരു വേദിയിൽ അദ്ദേഹത്തിൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കാൻ കിട്ടുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ എല്ലാ വിന്നേഴ്സിനും ഒരിക്കൽ കൂടെ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു വേദിയിൽ എന്നെയും കൂടെ ഒരു ഭാഗമാക്കിയത്.